ഒരേ മരം, പല ചില്ലകൾ, ചുറ്റുപാടും മാറി മാറി നോക്കി. എത്ര നോക്കിയിട്ടും കാര്യം പിടികിട്ടിയില്ല. ഉയർന്നു നിൽക്കുന്ന മരങ്ങളില്ല, മതിലുകൾക്ക് ഉയരം കൂടിയിരിക്കുന്നു. ചിന്താമഗ്നയായ ഈ നായികയെ നിങ്ങൾക്കറിയാം. തിരുവനന്തപുരം മൃഗശാലയിലെത്തി 3-ാം മാസമാണ് തിരുപ്പതിക്കാരി ഹനുമാൻ കുരങ്ങ് പുറത്തേക്ക് ചാടിയത്. അതിനു മുമ്പും ഇവിടെ ഹനുമാൻ കുരങ്ങ് ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് അങ്ങനെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ അത് കൊണ്ടുവന്നിട്ട് അതും നമ്മളത് പ്രതീക്ഷിച്ചതല്ല. മരത്തിൽ നിന്ന് ഓടി വന്ന് ഒരു ഓട്ടത്തിൻ്റെ ഒരു സ്പീഡിൽ പുറത്തേക്ക് പോകുന്ന ഒരു ഇതാണ് ഉണ്ടായതെന്ന്. തിരികെ മൃഗശാലയിലെത്തിച്ച് മാസങ്ങൾ നീണ്ട ചികിത്സ, നല്ല നടപ്പ് ശീലിക്കാൻ 1 വർഷം ഒറ്റയ്ക്കൊരു കൂട്ടിൽ വാസം, ശേഷം തുറന്ന കൂട്ടിലേക്ക്. ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഒരു 3 എണ്ണത്തിനാണ് ഇപ്പോൾ വിട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മളതിന് പ്രത്യേകിച്ച് ഇപ്പം നേരത്തെ ഒരു സംഭവം ഉണ്ടായതുകൊണ്ട് നിരീക്ഷിക്കാനൊക്കെ ആളെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുവരെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ വർക്കിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അപ്പോൾ എന്നാലും നമ്മളൊന്നുകൂടെ ശ്രദ്ധിക്കുന്നുണ്ട്. തിരികെ എത്തിയ താരത്തെ കാണാൻ ഉത്സാഹത്തോടെ എത്തുന്നവരുണ്ട്. നായികയ്ക്ക് കൂട്ടിന് മറ്റു 2 ഹനുമാൻ കുരങ്ങുകളുമുണ്ട്. നഗരത്തിലെ കാഴ്ചകൾ പറഞ്ഞ് കൂട്ടാളികൾക്ക് കൊതി കൂട്ടി മരങ്ങൾക്കപ്പുറത്തെ ആകാശവും നോക്കി അങ്ങനെ ഇരിപ്പുണ്ട്. നാട് കണ്ടു മടങ്ങി ആ പഴയ ലോകത്തേക്ക് ഇണങ്ങി തുടങ്ങുകയാണ്. എന്തായാലും നല്ല നിരീക്ഷണം വേണം, വേണ്ട ആഹാരമെല്ലാം നൽകണം. കാരണം ആ പഴയ വിശാലമായ ലോകം അവളെ മോഹിപ്പിക്കുന്നുണ്ടാകും. അനൂപിനൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. തത്സമയം രാഹുൽ ജി നാഥ് ചേരുന്നു. രാഹുൽ, ഗുഡ് മോർണിംഗ്. ഒരുപാട് പുകിലന്ന് ഉണ്ടാക്കിയത് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്, പ്രേക്ഷകർക്കൊക്കെ ഓർമ്മയുണ്ടാവും. അന്ന് എത്ര പ്രശ്നങ്ങൾ ഉണ്ടാക്കി തിരിച്ചു കൊണ്ടുവന്നതൊക്കെ. ഏതായാലും പുതിയ ജീവിതം ആസ്വദിക്കുന്നുണ്ട് എന്ന് തന്നെ കരുതുന്നു. ഇതിപ്പോൾ ആ കൗതുകം തന്നെയാണ് ഈ വാർത്തയിലേക്ക് എത്തിച്ചത്. കാരണം തിരുവനന്തപുരം നഗരത്തെ മുഴുവൻ കിടുകിട വിറപ്പിച്ച് അതിനുശേഷം ഇപ്പോൾ മുഴുവൻ കീഴടങ്ങി നല്ല നടപ്പ് ശീലിച്ച് ഒടുവിൽ ആ പഴയ കൂട്ടിലേക്ക് ഹനുമാൻ കുരങ്ങ് എത്തുന്നു എന്നുള്ള വാർത്ത തന്നെയാണ്, ആ ഒരു വരി തന്നെയാണ് ആ വാർത്തയിലേക്ക് എത്തിച്ചത്. അവിടെ പോയി ആദ്യം നോക്കിയതും ആ കുരങ്ങിൻ്റെ മനോഭാവമാണ്. കാരണം ഒരു വർഷത്തിന് മുമ്പ് നഗരത്തിലെ നല്ല ഓർമ്മകൾ, വിശാലമായ ആകാശം, പല പല ഇടങ്ങൾ, അതിനപ്പുറത്തേക്ക് പിന്നീട് ഒരു കൂട്ടിലേക്ക് മാത്രം ഒതുങ്ങുന്നു. ഇഷ്ടമുള്ള ആഹാരം കിട്ടുന്നെങ്കിൽ പോലും ആ സ്വാതന്ത്ര്യമില്ല. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ 1 വർഷത്തിന് ശേഷം പുറത്തേക്ക് വരുന്നത്. പുറത്തേക്ക് വരുമ്പോൾ ആദ്യം നോക്കിയപ്പോൾ ഏറ്റവും ഉയരമുള്ള 2 മരങ്ങളാണ് നിലവിൽ ആ വലിയ തുറന്ന കൂടിലുള്ളത്. അതിൽ ഏറ്റവും ഉയരമുള്ള മരത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. കാരണം ആ ഏറ്റവും ഉയരമുള്ള മരങ്ങളിലാണ് ഇത് പുറത്തിറങ്ങിയപ്പോൾ ഇരുന്നത്. തെങ്ങിൻ്റെ മണ്ടയിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ പറയുന്ന പോലെ തെങ്ങിൻ്റെ മുകളിലിരുന്നു. ഇപ്പോൾ ഏറ്റവും ഉയരമുള്ള മരത്തിൻ്റെ മുകളിലിരിക്കുന്നു. പുറത്തേക്കുള്ള ആകാശം സ്വപ്നം കാണുന്നത് എനിക്ക് തോന്നി. കാരണം വീണ്ടും നോക്കിയ ദിശയിലേക്ക് നോക്കുന്നു, മാറി മാറി നോക്കുന്നു. ഈ മതിലുകൾക്കൊക്കെ ഉയരം കൂടിയിട്ടുണ്ട്. ഈ ഉയർന്നു നിന്ന മരമൊക്കെ അവർ വെട്ടിമുറിച്ചിട്ടുണ്ട് ഇനി പുറത്തേക്ക് ചാടാതിരിക്കാൻ. അപ്പം പറയുന്ന ഏറ്റവും രസകരമായ കാര്യം, ഈ തിരുപ്പതിയിലായിരുന്നു ഈ ഹനുമാൻ കുരങ്ങ്. അപ്പോൾ ഹനുമാൻ കുരങ്ങ് തിരുപ്പതിയിലായിരുന്ന സമയത്ത് കുറച്ചുകൂടി വിസ്തൃതമായ ഇടമായിരുന്നു, ചാടി പോകാനുള്ള അവസരമുണ്ടായിരുന്നു. അങ്ങനെ ആ ശീലമാണ് ഇവിടെ വന്നപ്പോൾ ഒരു വലിയ ചാട്ടത്തിലൂടെ, അത് നമ്മളോട് സൂപ്രണ്ട് പറഞ്ഞത് അത്ഭുതപ്പെട്ടു പോയെന്ന് പറഞ്ഞു. ചെറിയ ചവിട്ടി നിൽക്കാൻ പോലും കഴിയാത്ത ചില്ലയിൽ കാലുറപ്പിക്കാതെ അപ്പുറത്തെ ജില്ലയിലേക്ക് പോകുന്ന വൈദഗ്ധ്യമുള്ള കുരങ്ങാണെന്നാണ് പറയുന്നത്. അത്തരത്തിലാണ് ഇത് പുറത്ത് നഗരത്തിലേക്ക് പോയത്. എന്തായാലും ആ കാഴ്ച തന്നെയാണ്, അതിൻ്റെ മനോഭാവം. 1 വർഷത്തിന് ശേഷം വീണ്ടും ആ തുറസായ സ്ഥലത്തേക്ക് എത്തുമ്പോൾ അതെങ്ങനെ പെരുമാറും എന്നുള്ളത് തന്നെയാണ്. കൂടെ 2 പേരുണ്ട്, അവരുമായിട്ട് ഇണങ്ങണം. ഇതെല്ലാം ചേർന്ന് വന്നു. ഇപ്പം നിലവിൽ ആ കുരങ്ങ് അവിടെ എന്താ പറയുക, ചിന്തയോടെ ഇരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. എന്തായാലും നിരീക്ഷകർ എപ്പോഴും ഉണ്ട്. ആ നിരീക്ഷണ വലയത്തിനുള്ളിൽ സ്വതന്ത്രയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. എന്തായാലും അവർ എല്ലാവരും കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. കാരണം എല്ലാ മൃഗങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യരുടെ ആയപ്പോലും സ്വതന്ത്രരാകുക എന്നുള്ളതാണല്ലോ നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായ നമ്മുടെ ഒരു ചേതന. അപ്പോൾ ആ ചോദനയിൽ നമ്മൾ വിശ്വസിക്കുന്നു. നമുക്ക് ആ സ്വതന്ത്രനാകാനുള്ള ആഗ്രഹമുണ്ട്. അത് തന്നെയാണ് ഇവിടെയുള്ളത്. എന്തായാലും നിരീക്ഷണം വലിയ തോതിൽ നടക്കുന്നുണ്ട്. അത് തന്നെയാണ് അവിടെ കാണാൻ കഴിഞ്ഞത്. എന്തായാലും രസകരമായ കഥയുടെ പിന്നാലെ പോയി അതിൻ്റെ മനോഭാവം തിരിച്ചറിയാൻ സാധിച്ചു എന്നുള്ളതാണ്. എന്തായാലും വരുന്ന ദിവസങ്ങളിലും ഹനുമാൻ കുരങ്ങ് വാർത്തകൾ നിറയാനുള്ള സാധ്യത. കാരണം വാർത്തകൾ നിറയാൻ പോകുന്നത് സന്ദർശകരുടെ എണ്ണ കൂടുതൽ ബാഹുല്യം കൊണ്ടായിരിക്കും.